എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ 24ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റാ കുഹൻസ് വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1 സ്റ്റെപ്പ് 12 30ാമത്തെ എക്സസൈസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 30ാമത്തെ എക്സസൈസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ എക്സസൈസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഈ എക്സസൈസ് ഡി മേജർ സ്കെയിലാണ്. ഇതിൻ്റെ ആദ്യത്തെ 8 ബീറ്റ്, അതായത് 2 ബാർ ഇതിനകത്ത് റെസ്റ്റാണ്. ഇത് ഞാൻ സ്ലോവിലൊന്ന് വായിച്ച് കാണിക്കാം. നിങ്ങൾ അതുപോലെ തന്നെ ഇത് വായിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം മിനിം നോട്ട്സാണ് മുഴുവൻ. മിനിം നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 ബീറ്റ്. മിനിം റെസ്റ്റുമാണ് കൊടുത്തേക്കുന്നത്. അതും 2 ബീറ്റ് റെസ്റ്റാണ്. എല്ലാ റെസ്റ്റുകളും 2 ബീറ്റ് റെസ്റ്റാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അടുത്തത് ഇതിൻ്റെ തുടക്കത്തിൽ 2 ഡോട്ടുണ്ട്, അവസാനത്തെ 2 ഡോട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻഡിൽ വന്നതിന് ശേഷം 2 ബീറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് 3ാമത്തെ ബീറ്റിന് 1ാമത്തെ ലൈനിലെ ആദ്യത്തെ നോട്ട് വായിക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ആദ്യം 2 ബാർ റെസ്റ്റാണ്. അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 1 and 2 and 3 and 4 and 1 and 2 and 3 and 4 and ഇപ്പോൾ 1 and എന്ന് നമ്മൾ പറയുന്നില്ല. അതിനനുസരിച്ച് ലെങ്ത് ആകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 1 2 3 4 അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണം നമ്മളിത് നിർത്താൻ. അപ്പോൾ ഈ രൂപത്തിൽ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ശകലം കൂടെ സ്പീഡ് കൊടുക്കാൻ വേണം. ഇങ്ങനെ ചില സ്പീഡ് കൊടുത്ത് വായിക്കാം. പക്ഷേ മെട്രോണോമിൻ്റെ സ്പീഡ് ടക്ക് ടക്ക് എന്നുള്ള സ്പീഡ് 60ൽ താഴരുത്. അത് ശ്രദ്ധിച്ചോ. ഇനി നമ്മൾ സ്റ്റെപ്പ് 13-നകത്ത് 2 ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിൻ പൊസിഷൻ
എങ്ങനെയാണ് ആമിൻ്റെയും ഹീലിൻ്റെയും പൊസിഷൻ. ഹീലെന്ന് പറഞ്ഞാൽ വയലിൻ്റെ ചുവട് ഭാഗം, അതാണ് 13 കൊടുത്തേക്കുന്നത്. 2 ഫോട്ടോയാവും. അതുപോലെ വേണം നിങ്ങളെ വയലിൻ പിടിക്കാനെന്നുള്ള അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് 14 ഒരു എക്സസൈസിലൂടെ പ്രാക്ടീസ് ചെയ്യാം. സ്റ്റെപ്പ് 14 കൊടുത്തിരിക്കുന്ന എക്സസൈസ് ഇതാണ്. സ്റ്റെപ്പ് 14 എക്സസൈസ് ആണിത്. ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണും, റെസ്റ്റും എല്ലാം ഉണ്ട്. പിന്നെ ബോയുടെ പൊസിഷൻസാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണാം, കണ്ടിട്ട് വേണം വായിക്കാൻ. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീണ്ടും ആ പ്രാക്ടീസിലേക്ക് പോകാം. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഡി മേജർ സ്കെയില് ആദ്യത്തെ 2 ബീറ്റ് റെസ്റ്റ്. ഇതിന് താഴെയായിട്ട് വേണം ആദ്യത്തെ ബോ പാൻ, പിന്നെ മേളിലും പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൻ്റെ ബോയുടെ ഹീലിൽ നിന്നും മിഡിലിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ 2 തവണ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മിഡിലിൽ നിന്നും നമ്മൾ പോയിന്റിലേക്ക് പോകും, ഈ ഭാഗത്തിലേക്ക് തിരിച്ചും വരും അതുപോലെ. അപ്പം ഇത് ഹീല്, ഇത് മിഡില്, ഇത് പോയിന്റ്. അപ്പം അങ്ങനെയാണ് ആ എക്സസൈസ് വായിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇത് 2 തവണ വായിക്കണം. ഇതും ഞാനിവിടെ 1 തവണ ഇത് വായിക്കുകയുള്ളൂ. ഇതാ ഹീലിൽ നിന്നും മിഡിലിലേക്ക് പോകാം നമ്മൾ. കണ്ടല്ലോ. ഇനി മിഡിലിൽ നിന്ന് ഹീലിലേക്ക് വരണം. വീണ്ടും ഹീൽ ടു മിഡിൽ. പിന്നെ മിഡിലിൽ നിന്നും പോയിന്റിലേക്ക്, പോയിന്റിൽ നിന്നും മിഡിലിലേക്ക്, മിഡിലിൽ നിന്നും വീണ്ടും പോയിന്റിലേക്ക്. പിന്നെ 2 ബീറ്റ് റെസ്റ്റ് ആണ്. പോയിന്റിൽ നിന്നും വീണ്ടും മിഡിലിലേക്ക് വരണം അടുത്ത നോട്ട്. ഇങ്ങനെ വേണം ഇത് വായിക്കാൻ. അപ്പോൾ ഇനി ഇത് ശരിയായ രീതിയിൽ വായിക്കുന്നു എന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെ വായിക്കണം. അതിന് താഴെ ഒരു ചെറിയ നോട്ടൂടെ അവർ കൊടുത്തിട്ടുണ്ട്. 2 നോട്ട് സെയിം ആണ്. അതിനടിയിൽ കൂടെ ഒരു വര കൊടുക്കുകയാണെങ്കിൽ അത് 2 ടൈ ആകും. ടൈ എന്ന് പറഞ്ഞാൽ 2 നോട്ടിൻ്റെയും കൂടെ വാല്യൂ കൂട്ടി വേണം നമ്മൾ വായിക്കാൻ. ഉദാഹരണം 2 മിനിം നോട്ട് ഒന്നിച്ചാൽ അതൊരു സെമി ബ്രേവായിട്ട് തരും. അതായത് അങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ കൊടുക്കുന്ന ലൈനിൻ്റെ മേളിൽ ചെറിയ 2 ഡാഷ് ഉണ്ടെങ്കിൽ ആ 2 നോട്ട് വായിക്കുന്നതിന് ഇടയ്ക്കൊരു റെസ്റ്റ് കൊടുത്തിരിക്കണം. ശകലം സെക്കൻഡ് റെസ്റ്റ്, അത്രയും ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വായിക്കേണ്ട ഒരു എക്സസൈസാണ് ഈ 32-ൽ ഇവിടെ കൊടുത്തേക്കുന്നത്. 14-ലെ 32ാമത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഈ ബുക്ക് വാങ്ങിച്ചിട്ടേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവൂ. അതിനകത്തെല്ലാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം സെയിം ഡി മേജർ സ്കെയില് നിങ്ങൾ കണ്ടു കാണും. അത് ടൈ നോട്ട്സ് ആണ്. അതിൻ്റെ മേളിൽ 2 ഡാഷ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം.
പ്രാവശ്യം ഇങ്ങനെ വായിക്കണം. അതായത് ചെറുതായിട്ടൊന്ന് നിർത്തണം. 2 നോട്ട് തമ്മിൽ വായിക്കുമ്പോൾ 1 2 1 2 ഇങ്ങനെ പോകും. മേളിലോട്ട് ബോ എങ്ങോട്ടാ പോകണമെന്നുള്ള അതിന്റെ മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അത് തീർന്നു. അപ്പം ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.